ബന്ധപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും ശുക്ലം പോകുന്നുണ്ടോ? ഭാര്യയുടെ മുന്നിൽ കോൺഫിഡൻസ് കുറയുന്നുണ്ടോ? 2 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയുന്നുണ്ടോ? സ്റ്റാമിന കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇത് പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ ഭക്ഷണശൈലിയും ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൊണ്ട് തന്നെ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇന്ന് സ്റ്റാമിന കൂട്ടാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൂടാതെ നമ്മുടെ ഹോർമോൺസിനെ ശരിയാക്കാനും കൂടെ സഹായിക്കുന്ന ഒരു 6 മീൽസിനെ കുറിച്ച് പറയാം. ഹായ്, ഐ എം ഡോക്ടർ അരുണിമ, Q1B ഹെൽത്ത് കെയർ, താമരശ്ശേരി. എന്തുകൊണ്ടൊക്കെയാണ് സ്റ്റാമിന കുറയുന്നത്? ഒന്നാമത് അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ, മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ, ഈ ഓവർ ടെൻഷൻ, ഓവർ തിങ്കിങ് ചെയ്യുക, ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഒരുപോലെ ബാധിക്കുന്നതാണ്. രണ്ടാമത്തേതായിട്ട് രക്തയോട്ടക്കുറവ്. ലിംഗത്തിലേക്ക് ആവശ്യമായിട്ടുള്ള രക്തം കിട്ടിയില്ലെങ്കിൽ സ്റ്റാമിന അതുപോലെ കുറയും. മൂന്നാമത്തേതാണ് ഉറക്കക്കുറവുണ്ടെങ്കിൽ. ഒരു 7 to 8 മണിക്കൂർ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ, അതായത് 6 മണിക്കൂറിലും താഴെ ഉറങ്ങുന്നവരിൽ എനർജി കുറവായിരിക്കും. അങ്ങനെയുള്ളവരിലും സ്റ്റാമിന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നാലാമത്തേതാണ് ഹോർമോൺ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മെയിനായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ളവരിൽ സെക്സ് ഡ്രൈവും കുറവായിരിക്കും. അഞ്ചാമത്തേതാണ് തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി. നമ്മൾ കുറേ ജങ്ക് ഫുഡ്സ് കഴിക്കുക, അൺടൈംലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഷുഗറുള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ സ്റ്റാമിന കുറയ്ക്കുന്നതാണ്. ഇനി പെട്ടെന്ന് ശുക്ലം പോകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കിയാൽ, ഒന്നാമത്തത് അമിതമായിട്ടുള്ള ടെൻഷന് അല്ലെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി, അതായത് നമുക്ക് കഴിയോ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട്. രണ്ടാമത്തത് കോൺഫിഡൻസ് കുറവ്, പിന്നെ നമ്മളുടെ എന്തെങ്കിലും നെർവസ്നെസ് ഉണ്ടെങ്കിൽ, പിന്നെ അമിതമായിട്ടുള്ളൊരു ഉത്തേജനം, ഒരു ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദീർഘകാലമായിട്ടുള്ള ഒരു മാസ്റ്റർബേറ്റ് സ്വയംഭോഗം ചെയ്യുന്നവരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലമുള്ളവരിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ പെൽവിക് ഫ്ലോർ മസിൽസൊക്കെ വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ധാരണ പ്രശ്നങ്ങളുള്ളവരിൽ, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരിലൊക്കെയാണ് ഈ പെട്ടെന്ന് ശുക്ലം പോകുന്നത് കണ്ടിട്ടുള്ളത്. ചിലർക്ക് ശാരീരിക പ്രശ്നത്തിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ബ്രെയിനെ നമ്മൾ കാമാക്കുമ്പോൾ കൺട്രോൾ കൂടും. സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്ന 6 ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തേതാണ് ബനാന ഓട്സ് മീൽ. അതായത് ഈ ബനാനയിൽ, പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓട്സ് എന്ന് പറയുമ്പോൾ അതൊരു സ്ലോ റിലീസിങ് കാർബ്സ് ആണ് അതിലുള്ളത്. അതായത് നമുക്ക് എനർജി പതുക്കെ റിലീസ് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു മീൽ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനുള്ള എനർജി കിട്ടുകയും ചെയ്യും, നമ്മളുടെ വീക്ക്നെസ് കുറയുകയും ചെയ്യും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബനാന ഓട്സ് മീൽ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എനർജി കിട്ടാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനർജി കിട്ടാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ക്ഷീണം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും, അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് കിട്ടാനും ഈ ഒരു ഓട്സ് ബനാന മീൽ സഹായിക്കും. രണ്ടാമത്തേതാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. ആൽമണ്ട്സ്, വാൾനട്ട്, പിസ്ത, അതുപോലുള്ള സീഡ്സും നട്ട്സും, പംകിൻ സീഡ്സ്, ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ സിങ്ക് ആൻഡ് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ധാരാളം അർജിനൈൻ പോലുള്ള ധാരാളം കണ്ടൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ അത് ബൂസ്റ്റ് ചെയ്യും. അതേ കൂടെ തന്നെ ഇത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ശുക്ലത്തിൻ്റെ ഒരു ഗുണനിലവാരമുള്ളൊരു ശുക്ലത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. അത് നമുക്ക് ഒരു ലോങ് ടേം എനർജി തരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസ് കൂട്ടാനും സഹായിക്കുന്നതാണ്. മൂന്നാമത്തേതാണ് വാട്ടർമെലോൺ ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. തണ്ണിമത്തനും ഡാർക്ക് ചോക്ലേറ്റും. തണ്ണിമത്തൽ സിട്രുലിൻ അടങ്ങിയിട്ടുണ്ട്. ഈ സിട്രുലിൻ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടും. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് അതിൽ ധാരാളം ഫ്ലാവനോയിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അർജിനൈനും അടങ്ങിയിട്ടുണ്ട്. അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും നല്ലൊരു ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് രക്തയോട്ടം കൂടുകയും ചെയ്യും. അതുകൂടെ തന്നെ നല്ലൊരു ഇറക്ഷനും സഹായിക്കുന്നതാണ്. ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമത്തേതാണ് അവകാഡോയും മുട്ടയും. അവകാഡോയിൽ ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയിലാണെങ്കിൽ പ്രോട്ടീൻസും വൈറ്റമിൻ ഡിയും ധാരാളം ഉണ്ട്. അപ്പം ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും നല്ലൊരു
പെർഫോമൻസ് കിട്ടാനും സ്റ്റാമിന കിട്ടാനും അതേപോലെ തന്നെ എനർജി ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്ത് അവക്കാഡോ മുട്ടയും കഴിക്കുന്നത്. അഞ്ചാമതാണ് ബ്ലൂബെറി ആൻഡ് സ്പൈനാച്ച്. ബ്ലൂബെറിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് സ്പൈനാച്ചിൽ നൈട്രേറ്റ്സ് റിച്ച് ആണ് എന്ത് സ്പൈനാച്ച്. ഇതെടുക്കുമ്പോൾ നമ്മളുടെ ഒരു സർക്കുലേഷനെ കൂട്ടാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുവഴി നല്ലൊരു പെർഫോമൻസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആറാമത്തെ ഭക്ഷണമാണ് ഇഞ്ചി വെളുത്തുള്ളി. ഇത് രണ്ടും നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റേഴ്സ് ആണ്. ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നത് വഴി നമ്മളുടെ ഈ കൊളസ്ട്രോളിനൊന്ന് കൺട്രോൾ ചെയ്യാനും ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. എനർജി കൂട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ പെർഫോമൻസ് അതുവഴി കൂട്ടാനും സഹായിക്കും. ഈ ഭക്ഷണങ്ങളെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിതചര്യയിൽ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളും കൂടെ വരുത്തിയാൽ നല്ല റിസൾട്ട് കാണാൻ പറ്റും. അതിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഒരു 7 to 8 മണിക്കൂർ ഉറക്കം, പിന്നെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, മോർണിംഗ് വാക്കോ അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളെ ശരീരത്തിനൊരു എക്സസൈസ് കൊടുക്കുക. പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ആൽക്കഹോളും അല്ലെങ്കിൽ സ്മോക്കിങ്ങോ പുകവലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക. പിന്നെ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ തന്നെ ഒരു മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളിലെ മാറ്റം കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? ഒന്ന് നമ്മളുടെ ബനാന ഓട്സ് മീൽ, അതല്ലെങ്കിൽ തണ്ണിമത്തൻ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നത്, അതല്ലെങ്കിൽ നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ബ്ലൂബെറി സ്പൈനാച്ച് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ജിഞ്ചർ ഗാർലിക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, അതേപോലെ തന്നെ അവകാഡോ മുട്ട കഴിക്കുന്നത്. ഈ ഒരു ഭക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണമെങ്കിലും നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും ഈ പ്രശ്നം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടണം. ഓക്കെ, ഇന്ന് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.